ഹായ്, എടാ ഒരു നീറ്റ് സ്റ്റുഡൻറ്റും +2 സ്റ്റുഡൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയോ? ഒരു +2 സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് തിയറി അറിഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഒരു നീറ്റിന് പഠിക്കുന്ന സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തിയറി മാത്രം പോരാ, ക്വസ്റ്റ്യൻസ് കുറേ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ കേസ് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഞാൻ റിപ്പീറ്ററാണ്. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്തത് തിയറി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ റിയോപ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി ഞാൻ 2-3 ദിവസം എടുത്തിട്ട് പഠിക്കാം. പക്ഷേ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ അതേ സമയം ഞാൻ ഇപ്പോൾ റിപ്പീറ്റിൻ്റെ സമയത്ത് കൂടുതലും ഫോക്കസ് ചെയ്തത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിവിടെ JP'സിൽ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പോർഷൻസ് ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് കഴിഞ്ഞു. പിന്നെ നവംബർ തൊട്ടിട്ട് മെയ് എക്സാം, അതായത് മെയ് 1-ാം തീയതി വരെ ഞങ്ങൾക്ക് എക്സാം സീരീസ് തന്നെ ആയിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. അത് ഞങ്ങളെ റിവിഷൻ ചെയ്യാൻ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ടും വേണ്ടത് എക്സാമിലൂടെയുള്ള പ്രാക്ടീസ്. കാരണം എത്ര തിയറി അറിയുന്ന കുട്ടിയാണെങ്കിൽ പോലും ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ഇല്ല, ടൈം മാനേജ്മെൻറ്റ് പ്രാക്ടീസ് ഇല്ല എന്നാണെങ്കിൽ നീറ്റ് ക്രാക്ക് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് കുറേ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ ഇത്രയും നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഷെഡ്യൂൾ കിട്ടുന്നത് JP'സിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. JP'സിൽ മാത്രമായിരിക്കും. കാരണം ഏകദേശം ഒരു 6 മാസത്തോളം നമുക്ക് എക്സാം സീരീസ് മാത്രമാണ്. അപ്പോൾ ഒരു നീറ്റ് റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മൈൻഡിൽ വെക്കുക, തിയറി ഒരു 3 മാസത്തോളം നിങ്ങൾ തിയറിനെ ഫോക്കസ് ചെയ്യുക. ബാക്കിയുള്ള മാസം ഫുൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ അത്രയും നന്നായിട്ട് പഠിക്കണം, അത്രയും നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾ എന്തായാലും JP'സിലെ സൂപ്പർ ബാച്ചിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ റിപ്പീറ്റർ ബാച്ചിലേക്കോ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ.